2 ദിവസമായി തന്നെ ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ വാർത്തയാണ് ഏറ്റവും കൂടുതൽ വൈറലായി മാറുന്നത്. എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം കൂടിയായിരുന്നു ഇത് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ നിലനിന്നിരുന്ന ഈ വിഷയത്തിൽ പ്രതികരിച്ച് ഇപ്പോൾ പല താരങ്ങളും രംഗത്തെത്തുകയാണ്. ഏറ്റവും കൂടുതൽ പ്രതികരിച്ചെത്തിയത് നടൻ പൃഥ്വിരാജ് തന്നെയാണ്. ഏതൊരു കുട്ടിയായാലും അധ്യാപികയായാലും സ്കൂളായാലും മാതാപിതാക്കളായാലും ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് സമാധാനത്തെപ്പറ്റിയും അതുപോലെ സ്നേഹത്തെപ്പറ്റിയുമാണ്. എൻപതി എന്ന വാക്കുണ്ട്, സിമ്പതിയല്ല, മറിച്ച് എല്ലാവരോടും വളരെ കരുണയോടെ പെരുമാറാൻ പറ്റുന്ന ഒരു സ്വഭാവം. അതാണ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇതാണ് ഇപ്പോൾ പൃഥ്വിരാജ് തൻ്റെ സ്റ്റോറിയിലൂടെ എല്ലാവരോടും പറയുന്നത്. കൊച്ചിയിലെ ഒരു പ്രശസ്തമായ വളരെ ലക്ഷറിയസ് ആയിട്ടൊരു സ്കൂൾ സ്ഥാപനത്തിലാണ് ഈ സംഭവം നടന്നത്. ജെംസ് അക്കാഡമി എന്ന് പറയുന്ന കൊച്ചിയിലെ ഒരു പ്രശസ്തമായ ഒരു ലക്ഷറിയസ് ആയിട്ട് സ്വിമ്മിങ്ങും സ്കേറ്റിങ്ങും ഉൾപ്പെടെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായത്. റാഗിംഗ് കാരണമാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥി ഇപ്പോൾ ആത്മഹത്യ ചെയ്തത്. തൻ്റെ വീട്ടിൽ ചെന്ന മനോവേദന സഹിക്കാനാകാതെയാണ് അവൻ്റെ മാതാപിതാക്കളെ പോലും ആലോചിക്കാതെ ആത്മഹത്യയിലേക്ക് എത്തിയത്. 24ാമത്തെ നിലയിൽ നിന്ന് 3ാമത്തെ നിലയിലേക്ക് പതിച്ചത് അവൻ്റെ സ്വപ്നങ്ങളും അവൻ്റെ മാതാപിതാക്കളുടെ സ്നേഹവുമായിരുന്നു എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പൃഥ്വിരാജ് അടക്കമുള്ള താരങ്ങൾ എല്ലാവരും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചെത്തുന്നു. ഇത് കേരളത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്തുമാത്രം വളരെ വേദനിപ്പിക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് വളരെയധികം ക്രൂരമായ ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾ എല്ലാവരും സ്കൂളിൽ പഠിക്കുന്നവരാണ്. അവരൊക്കെ തന്നെയും ഇത് അറിയേണ്ടവരാണ്. അവരെ എങ്ങനെ നമ്മൾ വിശ്വസിച്ച് ഒരു സ്കൂളിലേക്ക് പറഞ്ഞയക്കും? സ്കൂളിൽ ഇതാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കോളേജുകളിലാണ് സാധാരണ റാഗിങ്ങുകൾ കാണാറുള്ളത്. എന്നാൽ സ്കൂളിൽ ഇത്തരം റാഗിങ്ങിലേക്ക് പോകുന്നത് വളരെ വൃത്തികെട്ടവും അതുപോലെ ഭയാനകവുമായ കാര്യങ്ങളാണ്. നമ്മുടെ കുട്ടികളെ വിശ്വസിച്ച് സ്കൂളിലേക്ക് വിടാൻ പോലും നമുക്ക് പ്രയാസകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത്തരത്തിലാണ് താരങ്ങൾ പ്രതികരിക്കുന്നത്. പൃഥ്വിരാജും നടൻ ഒരുപാട് പേരുടെ മക്കൾ ഇതുപോലെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. നടൻ ആസിഫ് അലിയുടെ കുഞ്ഞും ഇതിനു മുൻപ് ഈ സ്കൂളിലായിരുന്നു. ചില കാര്യങ്ങൾ കൊണ്ട് ഇവർ സ്കൂൾ മാറ്റിയിരുന്നു എന്നാണ് പറയുന്നത്. നടൻ ആസിഫ് അലി ഉൾപ്പെടെയുള്ള പല താരങ്ങളുടെ മക്കൾ ഇതേ സ്കൂളിൽ പഠിക്കുന്ന സാഹചര്യം കൊച്ചിയിലുണ്ട്. കൊച്ചിയിലെ ഒരു പ്രശസ്തമായ ഒരു പണക്കാർ പഠിക്കുന്ന സ്കൂൾ എന്ന് തന്നെ നമുക്ക് ഈ സ്കൂളിനെ വിശേഷിപ്പിക്കാം. അവിടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഒരുപാട് സെക്യൂരിറ്റികളുമുണ്ട്. ഒരുപാട് പ്രശസ്തമായ ഒരു സ്കൂൾ തന്നെയാണ് ജെംസ് അക്കാഡമി. ഇപ്പോൾ ജെംസ് അക്കാഡമിയിലാണ് ഈ സംഭവം ഉണ്ടായത്. അവിടുത്തെ വിദ്യാർത്ഥികൾ മറ്റൊരു വിദ്യാർത്ഥിയെ പീഡിപ്പിക്കുകയും അവരെ ക്രൂരമായി കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇത് മനോവേദന സഹിക്കാനാകാതെ സ്കൂളിൽ നിന്ന് എല്ലാവരുടെയും ശല്യം സഹിക്കാനാവാതെ ആ കുട്ടിയുടെ വീട്ടിലെത്തി മനോനില തകർന്ന നിലയിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആത്മഹത്യയിലേക്ക് അവരുടെ കൂട്ടുകാർ കൊണ്ട് എത്തിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. അക്ഷരാർത്ഥത്തിൽ ആ ആത്മഹത്യക്ക് കാരണം പോലും ഇത് തന്നെയാണെന്ന് വ്യക്തമാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അതുപോലെ തന്നെ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.